ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യാമ്മ വന്ന് ഞങ്ങളെ സത്യാമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചായയും പലഹാരവും ഒക്കെ തന്നു. വീട്ടിലെ അച്ഛനും ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ചു മുമ്പാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. അതേതോ പിച്ചക്കാരൻ കിടക്കാൻ സ്ഥലത്തോണ്ട് കയറി കിടന്നായിരിക്കുന്നേ. പപ്പിയെ കാണാഞ്ഞിട്ട് എനിക്ക് വല്ലാത്തൊരു വീർപ്പ് മുട്ടല്. അതിപ്പോ നാളെ രാവിലെ തന്നെ പോയി കാണാലോ. അവരെയൊക്കെ ഈ രാത്രി പോയി വിളിച്ചെണിപ്പിക്കണ്ടെന്ന് കരുതിയില്ലേ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഹേയ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ വന്നേ. എന്നാലും ആ വന്നവന് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണുമായിരിക്കോ? ഹേയ്, അവനേതോ അന്തിപ്പിച്ചക്കാരൻ തന്നെയാ. രോഹിത് ഇതെന്തായാലും നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എന്തായാലും സൂക്ഷിക്കുന്ന ഒന്നും നല്ലതാ. അപ്പോ വന്നു അല്ലേ? വന്നു. ശവക്കുഴിയിലേക്ക് വന്നു കയറിയിരിക്കുന്നത് അവൻ ഒറ്റയ്ക്കാണോ അതോ കൂട്ടിന് മരിക്കാൻ അവൻ ആളെയും കൂട്ടിയിട്ടുണ്ടോ? കൂടെ ഒരു സ്ത്രീയുണ്ട്. അപ്പൊ ഭാര്യയും കൂട്ടി ഒരുമിച്ച് കാലപരിക്ക് പോകാൻ ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുക. നമുക്ക് എളുപ്പമായി. ഒറ്റ വെടിക്ക് രണ്ടിനെയും തീർക്കാൻ പറ്റിയാൽ വെടിയുണ്ടെങ്കിൽ ലാഭം. ഞാൻ തീർക്കണോ? ആയുധം തന്നാ മതി. രണ്ടിന്റെയും കഥ ഈ രാത്രി തന്നെ ഞാൻ തീർത്തു തരാം. ഏയ്, നിനക്കിപ്പോ ട്രെയിനിങ് പീരീഡാ. ആയുധം എടുക്കാൻ സമയമായിട്ടില്ല. അതെടുക്കേണ്ടവൻ വരും. അവനിത് അവസാന വർഷ പരീക്ഷയാ. ഇതിൽ കൂടി അവൻ പരാജയപ്പെട്ടാൽ അവന്റെ ചങ്കിൽ എന്റെ ബുള്ളറ്റ് കയറും. ബോസ്, ഞാൻ റെഡിയാണ്. അവനെത്തിയോ? എത്തി. കൈ വിറയ്ക്കാതെ നിറയൊഴിക്കാൻ നിനക്കൊരു ഓഫർ കൂടി ഞാൻ തരും. ചാവാൻ റെഡിയായി രണ്ടുപേരും നിപ്പുണ്ട്, അറിയാലോ. എന്റെ കൂടെ ഇൻ പൊസിഷനിൽ നിനക്ക് മുന്നോട്ട് പോണമെങ്കിൽ ഒരാളെയെങ്കിലും നീ തീർത്തേ വെക്കൂ. ഇല്ലെങ്കിൽ എന്നേക്കുമായി നീ എലിമിനേറ്റ് ആവും. എന്റെ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ സ്വതന്ത്രനാക്കി വിടുന്നു നീ കരുതുന്നുണ്ടോ? അതുകൊണ്ട് ഈ ജോലി നിന്നെ സംബന്ധിച്ച് നിർണായകമാണ്. എനിക്കറിയാം ബോസ്, ഇന്ന് ഞാൻ അവനെ തീർത്തിരിക്കും. എനിക്ക് പണിയറിയാന്ന ഞാൻ ഇന്ന് തെളിയിക്കും. തെളിയിച്ചാൽ നിനക്ക് നിന്റെ ജീവൻ ഞാൻ തിരിച്ചു തരും. ഇല്ലെങ്കിൽ അത് ഞാൻ ഇങ്ങെടുക്കും. അതിന് ഞാൻ ഇടവരുത്തില്ല. എങ്കിൽ നിനക്ക് കൊള്ളാം. അതെ പപ്പി, ഇന്നത്തെ കാര്യം കുഴപ്പമാവാൻ സാധ്യതയുണ്ട്. എന്ത് കാര്യം? നമ്മളെ സത്യാമ്മയുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ടുപോയില്ലേ, ആ കാര്യം. അതെന്ത് കുഴപ്പമാവാനാ? സത്യാമ്മ സ്നേഹം കൊണ്ടല്ലേ നമ്മളെ വിളിച്ചോണ്ട് പോയേ. അതെ, പക്ഷേ അച്ഛനോടും അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ സത്യേ, വിഷ്ണു അച്ഛന്റെ അമ്മയല്ലേ നമ്മൾ വിളിച്ചോണ്ട് പോയേ. പോയില്ലെങ്കി അത് സത്യാമ്മ പറഞ്ഞിട്ട് നമ്മൾ അനുസരിച്ചില്ലെന്ന് വരില്ലേ? അപ്പൊ കുഴപ്പമില്ലല്ലേ? ഇല്ലെന്നേ. വിഷ്ണു അച്ഛനും ചേച്ചിയമ്മ വരുമ്പോ നമ്മൾ ആ കാര്യം സത്യമായിട്ട് അങ്ങ് പറഞ്ഞാ മതി. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. പറയുമ്പോ അമ്മ കുഴപ്പമുണ്ടാക്കുമെന്ന് ഞാൻ ചോദിക്കുന്നേ. എന്റെ സത്യം എഴുതി കഴിഞ്ഞല്ലേ? ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി തീർക്കട്ടെ. ഇല്ലെങ്കിൽ ഇവിടത്തെക്കാളും വലിയ പ്രശ്നമായിരിക്കും നാളെ സ്കൂളില്. രണ്ടുപേരടുത്തും പഠിക്കാൻ പറഞ്ഞിട്ട് കുറെ നേരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവാണല്ലോ. ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും എഴുത്തിന് ഒരു കുറവും വരുത്തുന്നില്ല. ആ, എഴുതിയാ മതി. ചേച്ചി, ഒരു സംശയം. എന്താ ചോദിക്ക്. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഈ ഉത്തരം ചേച്ചിക്ക് പറയാൻ പറ്റും. ഞങ്ങൾ ഇന്ന് സത്യാമ്മ വിളിച്ചിട്ട് സത്യാമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അത് അച്ഛനോടും അമ്മയോടും പറയണോ വേണ്ടയോ? അത് പറയണം. ആദ്യം പറയേണ്ടതേ അവരോടായിരുന്നു. ഇപ്പൊ എന്തായാലും സംഭവം നടന്നു കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഇനി പറഞ്ഞാലും മതി. ഞാൻ പറഞ്ഞില്ലേ പപ്പി, ഒരു കുഴപ്പവും ഇല്ല. നമുക്ക് പറയാന്നേ. ദേ, അച്ഛനമ്മയും വന്നിട്ടുണ്ട്.
ജയശ്രീ നമ്മളെ കാത്തിരുന്ന് മുഷ് കാണും. അകത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. വാ. എന്നാ പിന്നെ ചേച്ചി പോട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. ഓക്കെ, ഗുഡ് നൈറ്റ്. ജയശ്രീ പോവാണോ? ആ, നാളത്തെ കുറച്ച് അരച്ചു വെക്കാണ്ട് ചേച്ചി. പിന്നെ അച്ഛന് ചോറും കൊടുക്കണം. അമ്മയ്ക്കാണെങ്കിൽ നല്ല തലവേദന. ആ, ശരി എന്നാ. ജയശ്രീ ഉള്ളത് വലിയൊരു ഭാഗ്യ. ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും നേരം വൈകുമ്പോ മക്കൾ ഒറ്റയ്ക്കായി പോവില്ലായിരുന്നോ? ആ, അതാണ് വീട്ടിൽ പ്രായമുള്ള മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വേണമെന്ന് പറയണത്. അവരുണ്ടെങ്കിൽ എന്തായ മക്കളുടെ കാര്യമൊക്കെ അവര് നോക്കിക്കോളൂ. രണ്ടുപേരും നല്ല കുട്ടികളായി അല്ലേ? വിഷ്ണുട്ടനല്ലേ പറഞ്ഞ അവര് കളിക്കായിരിക്കുന്നു. ദേ കണ്ടില്ലേ, അവരിന്ന് പഠിക്കായിരുന്നു. എന്റെ മക്കള് ഞാൻ പറയുന്നത് അതേപോലെ അനുസരിക്കുന്ന കുട്ടികളാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ അവരത് ചെയ്യില്ല. ഞാൻ അറിയാതെ എന്റെ മക്കള് ഒരു കാര്യം ചെയ്യില്ലെന്നാ പറഞ്ഞെ. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം കേട്ടോ. ശരി. എന്താണ് കണ്ണുകൊണ്ട് ചില നോട്ടങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ടല്ലോ. ഇതെന്താ കഥകളിയാ? എന്തോ കള്ളത്തിലുണ്ടല്ലോ രണ്ടെണ്ണത്തിനും. പറഞ്ഞ രണ്ടെണ്ണവും. അതെ അച്ഛാ, ഇന്നൊരു കാര്യം ഉണ്ടായി. രഹസ്യ. ആണോ? ചേച്ചിയമ്മ അറിഞ്ഞോ? ഞങ്ങള് വഴക്ക് പറയുമെന്ന് പേടിച്ചാ ഞങ്ങൾ ഇരിക്കുന്നേ. ഓ, അപ്പൊ എന്തോ സീരിയസ് ആയിട്ടുള്ള വിഷയമാണല്ലോ. എന്തായാലും കേക്കട്ടെ. പറ 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 പറ. സത്യാമ്മ വന്ന് ഞങ്ങളെ സത്യാമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചായയും പലഹാരവും ഒക്കെ തന്നു. വീട്ടിലെ അച്ഛനും ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ചു മുമ്പാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അതാണോ? അത് നല്ല കാര്യമാണല്ലോ. പിന്നെ തന്നെ മക്കള് പേടിക്കണേ? അച്ഛനോടും അമ്മയോടും പറയാതെയില്ലേ ഞങ്ങൾ പോയത്. അത് അമ്മ അറിയുമ്പോ വഴക്ക് പറയുമെന്നോർത്താ. സത്യാമ്മയ്ക്ക് ഇപ്പൊ എന്നെ വലിയ കാര്യം അച്ഛാ. എപ്പോഴും കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. എന്ത് വാങ്ങിച്ചിടാൻ പറഞ്ഞാലും അതപ്പ തന്നെ വാങ്ങിച്ചു തരും. വിഷ്ണുട്ട, സത്യമ്മയുടെ മനസ്സിൽ എന്താ? ഈ കാണിക്കുന്ന സ്നേഹത്തിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? എന്ത് ലക്ഷ്യം? സ്നേഹം കാണിക്കുന്ന കാര്യം കാണാനുള്ള ചിന്താഗതി തന്നെ തെറ്റാ.